റെയ്സിലെ വിശുദ്ധ മാക്സിമസ്. വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ ഡെക്കോമർ പ്രൊവിൻസിലാണ് ജനിച്ചത്. തൻ്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പരിശീലനം ലഭിക്കുന്നതിനായി ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അവസാനം അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ പ്രകാരം അദ്ദേഹം വിശുദ്ധ ഹൊണോറാറ്റൂസിൻ്റെ നിയന്ത്രണത്തിലുള്ള ലെറിൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 426 ഹൊണോറാറ്റൂസ് ആൾസിലെ മെത്രോപാലിത്തയായി നിയമിതനായപ്പോൾ മാക്സിമസിനെ തനിക്ക് ശേഷം അടുത്ത പിൻഗാമി എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടാമത്തെ ആശ്രമ അധിപതിയായി നിയമിച്ചു. വിശുദ്ധ സിഡോണിയൂസിൻ്റെ രേഖകൾ പ്രകാരം വിവേകമതിയായ ഈ വിശുദ്ധൻ്റെ കീഴിൽ ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം കൈവന്നു. നല്ല സ്വഭാവവും തിളക്കമുള്ള മാതൃകയുമായിരുന്ന മാക്സിമസിൻ്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു വന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ദൈവിക വരദാനം മൂലം വളരെയേറെ കീർത്തിക്ക് കാരണമാകുകയും അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തിന് ഇത് വളരെയേറെ സഹായമാകുകയും ചെയ്തു. ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു. ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി 434 അദ്ദേഹം വിശുദ്ധ ഹിലാരിയാൽ പ്രൊവിൻസിലെ റെയ്സ് സഭയുടെ പിതാവായി വാഴിക്കപ്പെട്ടു. വിശുദ്ധ മാക്സിമസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗൗളിലെ സഭയിലെ ഏറ്റവും പ്രമുഖ സഭാധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു. തൻ്റെ ഔദ്യോഗിക കാലം മുഴുവനും അദ്ദേഹം തൻ്റെ ഔദ്യോഗിക മുടിയും മേലങ്കിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു. യൂസേബിയൂസിൻ്റെതായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട പല പ്രബോധനങ്ങളും പിന്നീട് മാക്സിൻ്റേതായി തീർന്നിട്ടുണ്ട്. വിശുദ്ധ മാക്സിമസ് 439 റെയ്സിലെയും 441 ഓറഞ്ചിലെയും 454 ആൾസിലെയും സഭാസമിതികളിൽ പങ്കെടുത്തിട്ടുണ്ട്. റെയ്സിലെ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്.